നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പട്ടണത്തിൽ ദേവ് എന്നു പേരുള്ള ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. അയാൾ ഒരു കാലത്ത് ഊഷ്മളമായ പുഞ്ചിരിക്കും സൗമ്യമായ ചിരിക്കും പ്രസിദ്ധനായിരുന്നു. അയാൾ പോകുന്നിടത്തെല്ലാം സന്തോഷം പരത്തിയിരുന്നു. ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ദേവ്. അയാൾക്ക് താൻ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളിലുള്ള അഗാധമായ അറിവ് കൂടാതെ ലളിതമായ തമാശകളും ഹൃദ്യമായ ചിരിയും കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് തന്റെ വിദ്യാർത്ഥികൾക്ക് അവിസ്മരണീയമാക്കി മാറ്റി. എന്നാൽ കുറച്ചു നാൾ മുമ്പ് ദേവിന് തന്റെ ഭാര്യ നഷ്ടമായി. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. ഒരിക്കൽ ഊർജ്ജസ്വലനായിരുന്ന ആ മനുഷ്യൻ നിശബ്ദനായി. ചിരിയും സന്തോഷവും എങ്ങോ പോയി മറഞ്ഞു. പതിറ്റാണ്ടുകളായി അവർ പങ്കിട്ട ആ വീട് അയാൾക്കൊരു ശൂന്യതയായി തോന്നി. തനിക്ക് നഷ്ടപ്പെട്ട ജീവിതത്തെ ഓർത്ത് ദേവ് വളരെയധികം വേദനിച്ചു. അയാളുടെ സുഹൃത്തുക്കൾ പോലും ഈ മാറ്റം ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണുകളിലെ പ്രകാശം നഷ്ടപ്പെട്ടിരുന്നു. പുഞ്ചിരി അപ്രത്യക്ഷമായി. എന്തിനേറെ അയാളുടെ ഉള്ളിലെ വെളിച്ചം പോലും അണഞ്ഞതുപോലെ തോന്നി. ഒരു ദിവസം രാവിലെ ദേവ് തന്റെ വീടിന്റെ വരാന്തയിൽ ഇരുന്നപ്പോൾ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ രവി സന്ദർശനത്തിനായി എത്തി. രവി വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും താൻ ജീവിക്കുന്ന ചെറിയ സമൂഹത്തെ സജീവമായും സന്തോഷമായും നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അയാൾ ദേവിന്റെ അരികത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ നമ്മുടെ കമ്മ്യൂണിറ്റി സെന്ററിൽ ചിരിയോഗ എന്നു പേരുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വരുന്നോ എന്റെ കൂടെ? ദേവ് അമ്പരപ്പോടെ പറഞ്ഞു. ചിരിയോഗയോ? അതെന്താണ്? രവി പറഞ്ഞു. ചിരിയോഗ ഡീപ് ബ്രീതിങ്ങിന്റെയും ചിരിയുടെയും ഒരു മിശ്രിതമാണ്. ആദ്യം ചിരിക്കാൻ നിർബന്ധിതമായാലും പിന്നീട് ഒരു സുഖം തോന്നും. നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താം. ദേവ് തലയാട്ടി. ഈ ആശയം അദ്ദേഹത്തിന് വളരെ വിചിത്രമായി തോന്നി. അയാളുടെ ഹൃദയം എപ്പോഴും സങ്കടത്താൽ വേദനിക്കുമ്പോൾ ചിരി എങ്ങനെ സഹായിക്കുമെന്ന് പരീക്ഷിക്കാം. കാരണം തന്റെ ഉന്മേഷമുണർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ദേവിന് അറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ രവി ദേവിനെ കൂട്ടിക്കൊണ്ടു പോവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു. അവർ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് നടക്കുമ്പോൾ ഈ ചിരിയോഗയ്ക്ക് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അവർ അവിടെ എത്തിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ കൂടിയിരുന്നു. ചിലർ പ്രായമായവരും മറ്റു ചിലർ ചെറുപ്പക്കാരുമായിരുന്നു. എന്നാൽ എല്ലാവരും ഒരേ കാര്യം തേടിയായിരുന്നു അവിടെ എത്തിയിരുന്നത്. പലപ്പോഴും വളരെ ഭാരമായി തോന്നിയ ലോകത്തിൽ സന്തോഷത്തിന്റെ ഒരു നിമിഷം. ലീന എന്ന സന്തോഷവതിയായ ഇൻസ്ട്രക്ടർ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തു. സന്തോഷത്തെ നിർബന്ധിക്കുകയല്ല ലക്ഷ്യമെന്നും ആദ്യം സ്വാഭാവികമായി തോന്നിയില്ലെങ്കിലും ചിരിയിലൂടെ പിരിമുറുക്കമില്ലാതാക്കാൻ ശരീരത്തെയും മനസ്സിനെയും അനുവദിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ വിശദീകരിച്ചു. തുടക്കത്തിലെ ഈ ചിരി അഭ്യാസങ്ങൾ വളരെ അരോചകമായി ദേവിന് തോന്നി. അദ്ദേഹത്തിന് ചിരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. മറ്റുള്ളവർ കൂടുതൽ സ്വതന്ത്രമായി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ വളരെ അസ്വസ്ഥനായി മുറിയിൽ കണ്ണോടിച്ചു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ എന്തൊക്കെയോ മാറ്റം തന്നിൽ സംഭവിക്കുന്നതായി അയാൾക്ക് തോന്നി. ചുറ്റും ചിരി നിറഞ്ഞു. അറിയാതെ തന്നെ ദേവും അതിൽ പങ്കുചേരുകയും പിന്നീടത് ഉച്ചത്തിലുള്ള ചിരിയായി മാറുകയും ചെയ്തു. ഭാര്യയുമായി പങ്കുവയ്ക്കാറുള്ള ചിരി ആയിരുന്നില്ല അത്. കുറെ നാളുകൾക്ക് ശേഷം അല്പം ഭാരം കുറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ സങ്കടത്തിന്റെ ഭാരം പൂർണ്ണമായും പോയില്ലെങ്കിലും അത് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചില്ല. ആ ചിരി മുറിയിലാകെ അലയടിച്ചപ്പോൾ ദേവ് താൻ വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു സന്തോഷം മനസ്സിൽ നിറയുന്നതായി അനുഭവപ്പെട്ടു. സെഷന് ശേഷം ലീന ദേവിന്റെ അരികിലെത്തിയപ്പോൾ ദേവ് പറഞ്ഞു, ഇനി ഇങ്ങനെ ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത് വളരെ നന്നായിരിക്കുന്നു. ലീന തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ചിരി വേദന മായ്ക്കുന്നില്ല, പക്ഷേ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഓർക്കാൻ അത് നമ്മെ സഹായിക്കുന്നു. ഒരുപക്ഷെ നമുക്കത് നഷ്ടപ്പെട്ടുവെന്ന് നാം ചിന്തിക്കുമ്പോഴും. രവിയോടൊപ്പം ചിരിയോഗ സെഷനുകളിൽ പങ്കെടുക്കുന്നത് ദേവ് തുടർന്നു. ഓരോ തവണയും ചിരി ആയാസമായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിന് സന്തോഷ നിമിഷങ്ങൾ നിലനിർത്താനാകുമെന്ന ഒരു തോന്നൽ. പതുക്കെ പതുക്കെ ദേവിന്റെ ചിരി തിരിച്ചു വന്നു. പക്ഷെ അത് പണ്ടത്തെ പോലെ ആയിരുന്നില്ല. എന്നാൽ സങ്കടത്തിനപ്പുറം എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുമെന്ന് തോന്നും വിധം. മാസങ്ങൾ കഴിയുന്തോറും ദേവിന്റെ കണ്ണുകളിൽ വീണ്ടും പ്രകാശം പരക്കാൻ തുടങ്ങി. അവന്റെ സുഹൃത്തുക്കളും ഈ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി. അയാൾ ഓരോ സെഷനും ഉത്സാഹപൂർവ്വം പങ്കുചേർന്നു.
എന്തിന് ഒന്നോ രണ്ടോ തമാശകൾ പോലും അവർ പങ്കുവച്ചു. ചിരിയോഗ അയാളുടെ സങ്കടം മാറ്റിയില്ല. പക്ഷേ അത് അയാളെ സങ്കടക്കടലിൽ മുങ്ങിത്താഴാൻ അനുവദിച്ചില്ല. ആ ചെറിയ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഓരോ ആഴ്ചയും കമ്മ്യൂണിറ്റി സെന്ററിൽ ചിരി നിറഞ്ഞു. ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിൽ പോലും ചിരി സന്തോഷത്തിലേക്കുള്ള പാലമാവുമെന്ന് അത് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ദേവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിരിയോഗ ഒരു ലൈഫ് ലൈൻ കൂടിയായിരുന്നു. ജീവിതത്തിന് അതിന്റെ എല്ലാ വേദനകളോടും നഷ്ടങ്ങളോടും കൂടെ തന്നെ ഇപ്പോഴും ജീവിക്കാൻ അർഹമായ നിമിഷങ്ങളുണ്ടെന്ന് അത് അയാളെ കാണിച്ചു കൊടുത്തു. നന്ദി. വീണ്ടും കാണാം.